ഇന്നും നമ്മളെ ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രെഡ് വെച്ചിട്ട് നമ്മൾ എഗ് സാൻഡ്വിച്ച് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇന്നലെയാണ് അപ്ലോഡ് ചെയ്തത്. നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഇതും അതേപോലെ തന്നെ ബ്രെഡ് വെച്ചിട്ട് ഇത് ഒരു മധുരമുള്ള ഒരു പലഹാരമാണ്. റെഡി ആക്കിയിട്ട് എടുക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. കുട്ടികൾക്കൊക്കെ എന്തായിരുന്നാലും നല്ല ഇഷ്ടം. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള പലഹാരമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാണുന്ന കുട്ടികളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. കാരണം പിള്ളേർക്കൊക്കെ ആയിരുന്നാലും തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല, ഒരുപാട് പണിയൊന്നും ആവശ്യമൊന്നുമില്ല, ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നവർ തന്നെ ഉണ്ടാക്കി നോക്കാം. അല്ലെങ്കിൽ അമ്മമാരുടെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്തായിരുന്നാലും നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. നിങ്ങൾ ബേക്കറിയിലേക്ക് പോയിട്ട് വാങ്ങിച്ച് കഴിക്കുന്ന പലഹാരത്തിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. ഇവിടെയും ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. ചെറുതായിട്ട് തണുപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരം ഇരുട്ടാവുന്നുണ്ട്. ഇന്നായിരുന്നാലും പുറത്ത് ഇങ്ങനെ വെയിലൊന്നുമില്ല, ഇങ്ങനെ ഒരു മുടി കെട്ടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. ചെറുതായിട്ടൊരു തണുപ്പാക്കിയിട്ടുണ്ട്. ഞാൻ കോഴീനെ കഴിച്ചിട്ടിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നുള്ളൂ അകത്തേക്ക്. വെളിച്ചെണ്ണയ്ക്ക് ആയിരുന്നാലും കട്ട പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് തണുപ്പ് തുടങ്ങി. അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് വീക്കെൻഡ് വ്ളോഗിൽ പറയാം. അപ്പോൾ ഇന്ന് അങ്ങോട്ട് സമയങ്ങളിൽ തന്നെ നമ്മുടെ പലഹാരം നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. മെയിനായിട്ട് നമുക്ക് ഇതിലേക്ക് ബ്രെഡ് വേണം. ബ്രെഡ് എടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ വൈറ്റ് ബ്രെഡ് എടുക്കുക, അല്ലെങ്കിൽ വീറ്റ് ബ്രെഡാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് എടുക്കുക. പക്ഷേ വൈറ്റ് ബ്രെഡ് ആയിരിക്കുമല്ലോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത് നമുക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ എടുക്കുക. ഏതായിരുന്നാലും കുഴപ്പമില്ല. ചൂടോട് കൂടിയിട്ട് നെയ്യായിരുന്നാലും ബട്ടറായിരുന്നാലും ചേർക്കരുതിട്ടോ. കാരണം ചിലപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലിരുന്ന ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ചൂടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടോട് കൂടിയിട്ട് ചേർക്കരുത്. ചൂടാറി കഴിഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ എടുക്കുക. പിന്നെ പാൽപ്പൊടി വേണം. പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. കാരണം ചില പാൽപ്പൊടിയിൽ നല്ല മധുരം ഉണ്ടാവും, ചില പാൽപ്പൊടിയിൽ അത്രയ്ക്ക് മധുരം ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് പഞ്ചസാര എടുക്കുക. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പാല് വേണ്ടി വരും. പാല് അങ്ങനെ ഒരുപാടൊന്നും ആവശ്യമൊന്നും ഉണ്ടാവില്ല. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അത്രയ്ക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. പാലായിരുന്നാലും ചേർക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചേക്കണം പാല് ചേർക്കാം. ഇപ്പോൾ പാലിന് അലർജി ഉള്ളവർക്ക് പാലിന് പകരം തേങ്ങാപ്പാൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഇപ്പോൾ 2 പാലും ചേർക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. പക്ഷേ പാല് ഏതെങ്കിലും ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒന്നും ഇല്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് വെള്ളം ചേർത്താലും കുഴപ്പമില്ലെന്ന്. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഫില്ലിങ് തന്നെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് നമ്മൾ ബ്രെഡ് നമ്മൾ പൊരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലെക്സ് ആണ് എടുത്തേക്കുന്നത്. കോൺഫ്ലെക്സ് ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ട് തോന്നിയത്. കാരണം അതിന് നല്ലൊരു ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും, ഒരു ടെക്സ്ചർ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ബ്രെഡ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ബാക്കി വരുന്ന ഭാഗങ്ങളുണ്ടാവും. അതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് പോലെ ഈ കോൺഫ്ലെക്സിന് പകരം ഇത് കോട്ടിങ് കൊടുക്കുന്നുണ്ട് അവസാനം. അങ്ങനെ ബ്രെഡ് പൊടിച്ചിട്ട് ബ്രെഡിൻ്റെ പൊടി വേണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. പക്ഷേ ഞാനിവിടെ കോൺഫ്ലെക്സ് ആണ് എടുക്കുന്നത്. കോൺഫ്ലെക്സ് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലെക്സ് തന്നെ എടുക്കട്ടെ. അല്ലെങ്കിൽ ഓട്സ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്സും ചേർക്കാം. അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് കൈ കൊണ്ടാ അല്ലെങ്കിൽ ഉള്ളി ചതയ്ക്കണ കല്ലും കൊണ്ടാ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കാം. പിന്നെ അത് നമ്മൾ മുക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ മുട്ട എടുക്കുക അല്ലെങ്കിൽ മൈദ എടുക്കുക. ഞാൻ രണ്ടും വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. എല്ലാവരും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മിക്സിങ് നമുക്ക് ഫസ്റ്റ് റെഡി ആക്കിയിട്ട് എടുക്കാം. എല്ലാ സാധനങ്ങളും എപ്പോഴും നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്നതല്ലേ. ഈ കോൺഫ്ലെക്സ് മാത്രമേ ചിലപ്പോൾ ഇല്ലാണ്ടിരിക്കുള്ളൂ. അത് നിങ്ങൾ എന്തെങ്കിലും പുറത്ത് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രെഡിൻ്റെ പൊടി ചേർക്കാം, അല്ലെങ്കിൽ ഓട്സ് ചേർക്കാം. അപ്പോൾ പാൽപ്പൊടി ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുക്കുന്നത്. 3, 4. ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആയിരുന്നാലും കുഴപ്പമില്ല. ഉപ്പുള്ള ബട്ടറായിരുന്നാലും കുഴപ്പമില്ല. മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഭയങ്കര വെള്ളം പോലെ അങ്ങനെ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് പാൽപ്പൊടി ചേർത്തിട്ട് ഒന്ന് ടൈറ്റാക്കിയിട്ട് ഇടുക. നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് പാല് ചേർത്തിട്ട് ലൂസാക്കിയിട്ട് ഇടുക. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് പാല് ചേർക്കാണ്.
ചൂടുള്ള പാൽ ചേർക്കരുത് കേട്ടോ. ചൂടുള്ള പാൽ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്നുകൂടി വെള്ളമാവുമല്ലോ. ഇതേപോലെ ഇരുന്നാൽ മതി ഫില്ലിങ്. ഇതിൽ കൂടുതൽ പാൽ ചേർക്കുന്നത് ഇത് നമ്മളൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഓൾറെഡി ലൂസാക്കിയിട്ട് ഇരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പാൽ ചേർക്കേണ്ടതാ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതായിട്ട് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ഇങ്ങനെ കഴിഞ്ഞ ദിവസം പോയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടേക്ക് കൊറോണയ്ക്ക് തുടങ്ങിയ പിന്നെ എല്ലാ സാധനത്തിനും ഭയങ്കര വിലയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ ബ്രെഡിന് $1 ബ്രെഡ് ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷം വരെ. ഇന്നലെ ഞാൻ വാങ്ങാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്നലെ അല്ല കുറച്ച് നാളായിട്ടുണ്ട് വില കൂടിയിട്ട്. ഇതിന് ഡബിൾ വിലയായി, $2 ഈ ബ്രെഡിന്. എല്ലാ സാധനത്തിനും അങ്ങനെ ഭയങ്കരമായിട്ട് വില കൂടിയിട്ടുണ്ട്. കൂടുതലായിട്ട് വില കൂടിയേക്കുന്ന ഭക്ഷണ സാധനത്തിനല്ല കേട്ടോ. വീട് പണിയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെയും 2 ഇരട്ടിയൊക്കെ വില കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മമാർ കുറച്ചുകൂടി ഹെൽത്തി ആവട്ടെ എന്ന് വെച്ചിട്ട് പിള്ളേർക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും വെച്ചിട്ട് വീറ്റ് വെച്ചിട്ടുള്ള ബ്രെഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കും. പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ലല്ലോ. അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുത്താലായിരിക്കും പിള്ളേർക്ക് ഇഷ്ടമുണ്ടാവും. അല്ലെങ്കിൽ പിള്ളേർ പറയും അമ്മ ഉണ്ടാക്കുന്നത് വേണ്ട, ബേക്കറി പലഹാരം മതി എന്ന് പറയും. പക്ഷേ ബേക്കറിയിൽ പോയിട്ട് നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചു കഴിച്ചാലും അതെല്ലാവരും ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുന്ന ഒറ്റ പലഹാരങ്ങളും അവിടെ ഉണ്ടാവുമല്ലോ ബേക്കറിയിൽ. എല്ലാവരും മൈദ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, നമ്മൾ മൈദപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയ കുഴപ്പമുണ്ടോന്ന്. അത് എന്ത് സാധനം അതേപോലെ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ മൈദപ്പൊടി വെച്ചിട്ട്, മൈദപ്പൊടി കുറച്ചും കൂടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കില്ല. മൈദപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ടേസ്റ്റും അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറും നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ മൈദപ്പൊടി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ കുട്ടികൾ ബേക്കറിയിൽ പോയിട്ട് തന്നെ വാങ്ങിച്ച് കഴിക്കും. പിന്നെ അമ്മ ഉണ്ടാക്കുന്ന സാധനങ്ങളോട് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വയറ് നിറച്ച് കഴിക്കുന്നതല്ലല്ലോ, ഇടയ്ക്ക് വല്ലപ്പോഴും ഉണ്ടാക്കുന്നതല്ലോ. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ബ്രെഡ് റെഡിയാണ്. ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാൻ പോണതിന് മുമ്പ് നമുക്ക് മുക്കിയിട്ടൊന്ന് പൊരിക്കണമല്ലോ. അപ്പോൾ ഇതിലേക്ക് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, മുട്ട വെച്ചിട്ടുള്ള കോട്ടിങ്ങും കൊടുക്കാം, മൈദ വെച്ചിട്ടുള്ളതും കൊടുക്കാം. മുട്ടയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മുട്ട എടുക്കുക, ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ മുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ മുട്ടയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയിൽ മുക്കുക. നമുക്ക് മൈദയും കൂടി റെഡിയാക്കാം. കുറച്ച് മൈദപ്പൊടി എടുക്കുക. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല, കുറച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് എടുക്കുക. ഫസ്റ്റ് ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കുക. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് ഒന്ന് ഇതിലേക്ക് ഫില്ലിങ് വയ്ക്കുക. ഇനി അടുത്ത സ്ലൈസ് ബ്രെഡ് വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു പാത്രത്തിൻ്റെ മുടിയാണ് എടുത്തേക്കുന്നത്. എന്തായിരുന്നാലും കുഴപ്പമില്ല, അതിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ബാക്കി തന്നെ ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഇത് പൊടിച്ചിട്ട് നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. കട്ട് ചെയ്ത് ഇപ്പോൾ കുറച്ചിങ്ങനെ പുറത്തേക്ക് നിൽക്കൂട്ടോ. അത് മുഴുവനായിട്ട് അങ്ങോട്ട് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, മുഴുവൻ മാറ്റാണ്ടിരിക്കുന്നത് നല്ലത്. അപ്പോൾ അത് ശരിക്കും അടങ്ങിയിരുന്നോളും. ഇതാ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അത് ഈ ബ്രെഡിൻ്റെ ഇവിടെ ചെറുതായിട്ടൊരു വിള്ളൽ പോലെ ഇങ്ങനെ വീണിട്ടുണ്ടോ, പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ പുറത്തൊരു കോട്ടിങ് കൊടുക്കില്ല നമ്മൾ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാനും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതേപോലെ ഫില്ലിങ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ 5 എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. ഈ ഇതിൻ്റെ പുറത്ത് നമുക്ക് കോൺഫ്ലെക്സിൻ്റെ കോട്ടിങ് കൊടുത്തിട്ട് മൊരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തേക്കണ ഈ ബ്രെഡിൻ്റെ ബാക്കി ഉണ്ടല്ലോ, അത് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ മുട്ടയും നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. രണ്ടിലും മുക്കിയിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ മുട്ട കഴിക്കാത്തവർക്ക്, വെജിറ്റേറിയൻകാർക്ക് മൈദയിലും മുക്കാം, മുട്ട വേണ്ടവർക്ക് മുട്ടയിലും മുക്കാം. ഞാനിവിടെ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കോൺഫ്ലെക്സ് എടുക്കട്ടെ. മധുരമില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള
കോൺഫ്ലെക്സാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ ചിലർ ഇതിന് മുമ്പ് ഞാനിങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോൺഫ്ലെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന്. ഇത് നമുക്ക് കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടൂടാ. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് പൊടിക്കാം. മിക്സിയിലിട്ടിട്ട് പൊടിക്കരുത് കേട്ടോ. മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊടിയായിട്ട് പോകും. ഇങ്ങനെ പൊടിച്ചപ്പോഴാണ് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇത് എൻ്റെ കല്യാണത്തിന് മുമ്പൊക്കെയും ആ സമയത്ത് കോൺഫ്ലെക്സ് ഒക്കെ ഇറങ്ങിയിട്ട് കല്യാണത്തിന് മുമ്പല്ല, എൻ്റെ മൂത്ത ചേച്ചി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ കോൺഫ്ലെക്സ് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിൽ അത് അത്രയ്ക്ക് അങ്ങനെ ഇതൊന്നും അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും കിട്ടത്തൊന്നുമില്ല. ഞങ്ങൾ അങ്കമാലിൽ അങ്ങോട്ട് പോയിട്ടാണ് വാങ്ങാറുള്ളത്. അപ്പോൾ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ കോൺഫ്ലെക്സും അതിനകത്ത് പഴം ഉണ്ടാവുമല്ലോ വീട്ടിൽ. ആ സമയത്തൊക്കെ എല്ലാവരും വീടുകളിൽ പഴം ഇപ്പോഴും ഉള്ളൊരു സാധനം, നമ്മളിപ്പോഴും കഴിക്കുന്ന ഒരു സാധനമായിരുന്നു പഴമൊക്കെയും അതിനകത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടും. എന്നിട്ട് കോൺഫ്ലെക്സ് ഇടും. എന്നിട്ട് കുറച്ച് നല്ല തണുത്ത പാൽ ഒഴിക്കും. പിന്നെ എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കപ്പലണ്ടിയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാരയും ചേർക്കും. മിക്സ് ചെയ്തിട്ടാണ് കഴിക്കും. എന്ത് ടേസ്റ്റാണെന്നറിയാം. ഇപ്പം ഞാനങ്ങനെ കഴിക്കാമല്ലോ, പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സാധനം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളങ്ങനെ കഴിക്കാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ച് നോക്കണം കേട്ടോ. നല്ല തണുത്ത പാൽ ഒഴിക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നന്നായിട്ട് പഴവും ചേർക്കണം. നമ്മുടെ അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കില്ലേ, ഏതാണ്ട് അതേപോലെ തന്നെ മിക്സിങ് എടുക്കുക. ഇനി അത് ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് മുക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ബ്രെഡ് മൊത്തം മുട്ട വലിച്ചു പിടിക്കും. ജസ്റ്റ് ഒന്ന് ബ്രെഡ് ഒന്ന് നനഞ്ഞാൽ മതി. എല്ലായിടത്തും ആവണം, സൈഡിലാവണം കേട്ടോ. എന്നിട്ട് ഇതിനകത്തിടാം. മുകളിലേക്ക് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ കൈ കൊണ്ട്. അപ്പോൾ അതിന് പിടിച്ചിരുന്നോളും. ശരിക്കും ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഈ കോൺഫ്ലെക്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ. കോൺഫ്ലെക്സ് ആയിരുന്നാലും ആ മുട്ടയുടെ നനവുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിരിക്കുകയും ചെയ്യും. ഇത് നമ്മളങ്ങോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചുകൊണ്ട് ഇടുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് നല്ല പുറത്തെ ഈ കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഭയങ്കര ടേസ്റ്റാണ്. കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് ഈ കോൺഫ്ലെക്സ് വയ്ക്കുമ്പോൾ. അപ്പോൾ ഈ ഒരെണ്ണം നമുക്ക് നമ്മുടെ മൈദയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് ചെയ്യാം. അത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം പോലെ എടുക്കണം. ഇതാ ജസ്റ്റ് മൈദയിലായിരുന്നാലും ജസ്റ്റ് ഒന്ന് മുക്കിയാൽ പോയാൽ മതി കേട്ടോ. കുറേ നേരം ഇട്ടിട്ട് മുക്കിയിട്ട് ഇതിന് ഭയങ്കര കോട്ടിങ് കൊടുക്കണ്ട. ഇതാ കൈമ നനവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ ടവലിൽ എന്തെങ്കിലും കൈ ഒന്ന് തുടച്ചോട്ടെ. ജസ്റ്റ് ഒന്ന് കഴിയാലും മതി. അതങ്ങനെ പിടിച്ച് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അത് നമുക്ക് ഇഷ്ടമുള്ള ഓയിലിൽ മൊരിച്ചിട്ട് എടുക്കുക. ബട്ടറിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിൽ എടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയിലാട്ടോ മൊരിക്കുന്നത്. എനിക്ക് ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചിട്ടെടുക്കുക. ആ കോൺഫ്ലെക്സും ഇതിൻ്റെ കൂടെ അങ്ങോട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിർത്തി മാറ്റാം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൊരിച്ചിട്ടിടുക. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിലുള്ള മൊരിച്ചെടുത്താൽ വെളിച്ചെണ്ണയാണ് നല്ല മണം വരുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കാണുമ്പോൾ തന്നെ നമുക്കെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അത് നമ്മൾ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടല്ലേ നമ്മളിത് മൊരിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആയിരുന്നാലും അങ്ങനെ ഓയിലൊന്നും കുടിക്കുകയൊന്നും ചെയ്യില്ല. കഴിച്ച് നോക്കിയിട്ട് പറയാം. പുറത്തെ കോൺഫ്ലെക്സ് നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പുറത്ത് ചെറുതായിട്ട് ഒരു മുരിച്ചിലുണ്ട്, ഉള്ളിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചേക്കണ ഫില്ലിംഗ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണാം. ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ചെറിയ അടി അടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ സൈഡിൽ ചിലപ്പോൾ ഫില്ലിംഗ് അങ്ങനെ ഉണ്ടാവില്ല. സെൻട്രലായിട്ട് അങ്ങനെ ഫില്ലിംഗ് കുറച്ച് കൂടുതൽ നന്നായിട്ട് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. കണ്ട
സൗണ്ടിന് ചെറിയൊരു കുറവുണ്ട്, ഞങ്ങൾക്ക് മാത്രമേ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ.